എന്ന് ലോകം പരിചയപ്പെടുത്തിയ ഈ മഹത്തായ ഭാരതാംബയിൽ നിന്നുകൊണ്ട് വ്യാസമഹർഷി ലോകത്തോട് പറയുകയാണ്, ഇതാ നന്മയിലേക്ക് വിളിക്കുന്ന ജനങ്ങളെ മുഴുവനും ധർമ്മത്തിന്റെ പക്ഷത്ത് നിർത്തുന്ന ഒരു പ്രവാചകൻ ഇതാ ഇവിടെ അവതരിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ആ പ്രവാചക പ്രവീണരുടെ പിറവിയിൽ ലോകം ഇന്ന് സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങളുടെ പ്രവാചകരിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. അതേ സഹോദര, നിങ്ങളുടെ പ്രവാചകരിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. നിങ്ങളൊരു കർഷകനാണെങ്കിൽ പ്രവാചകരെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോ, ഇസ്ലാമിക് ഹിസ്റ്ററി റിസർച്ച് ചെയ്യുമ്പോ നിങ്ങൾ അവസാനം എത്തിച്ചേരുന്നത് പ്രവാചക പ്രഭു ഏറ്റവും നല്ല കർഷകനാണ്. നിങ്ങളൊരു ഭർത്താവാണെങ്കിൽ പ്രവാചകരെ കുറിച്ച് പഠിക്കുമ്പോ നിങ്ങൾ പറഞ്ഞു പോവും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല കുടുംബ നായകനാണെന്ന്. ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് പ്രവാചകരെ കുറിച്ച് പഠിക്കുമ്പോ അവസാനം എത്തിച്ചേരുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും നല്ല ജനനായകനാണെന്ന്. അതാണ് ലോകപ്രശസ്ത ചിന്തകന്മാരും ബുദ്ധിജീവികളും പറഞ്ഞു പോയത്, മുഹമ്മദ് ഈസ് നോട്ട് ഓൺലി എ പ്രൊഫറ്റ് ബട്ട് ഹി വാസ് എ ഡോക്ടർ ഓഫ് ദ വേൾഡ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ പ്രവാചകൻ മാത്രമല്ല, കാലത്തിന്റെ കുളമ്പടി ശബ്ദങ്ങൾക്കനുസരിച്ച് ക്രിയാത്മകമായി പ്രതികരിക്കാൻ കഴിയുന്ന, ആഗോള മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവന്റെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന്റെ ഫോർമുല നൽകാൻ കഴിയുന്ന ഒരു ഡോക്ടറാണ് മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, അതിലേക്കാണ് സമകാലിക സമസ്യകൾ വിരൽ ചൂണ്ടുന്നത്. നിങ്ങൾക്കറിയില്ലേ, ആഗോള സാമ്പത്തിക മാന്ദ്യം ലോകത്ത് ഞെരുക്കിയപ്പോൾ ലോകരാഷ്ട്രങ്ങളെ സാമ്പത്തിക മാന്ദ്യങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് ആഗോള സാമ്പത്തിക വിദഗ്ധർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഡോക്ടർ റോബർട്ടിനെ പോലെയുള്ള ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിൽ വരുത്തിയ സമ്പദ് വ്യവസ്ഥയിലൂടെ മാത്രമേ ആഗോള മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന്റെ ഫോർമുല നൽകാൻ കഴിയൂ എന്ന് ആഗോള സാമ്പത്തിക വിദഗ്ധർ ലോകത്തോട് പറയുന്നുവെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ആ പ്രവാചകരിലൂടെയാണ് നമുക്ക് രക്ഷയുള്ളൂ. പ്രവാചകർ ഉയർത്തിപ്പിടിച്ചത് മാനവികതയാണ്. നിങ്ങൾ ഏത് മതവിശ്വാസികളാണെങ്കിലും, നിങ്ങൾ ഏത് ചിന്തകരാണെങ്കിലും, നിങ്ങൾ ഏത് മാനിഫെസ്റ്റോയെ പ്രതിനിധീകരിക്കുന്നവരാണെങ്കിലും, മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണ്. പ്രവാചക പ്രഭു അവിടെയും പറയുന്നു, നിന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിലും അവനെ ആദരിക്കണം. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ എന്റെ സമുദായത്തിൽ പറഞ്ഞുകൊണ്ട് വർഗവർണ്ണത്തിന്റെ കറുത്ത അധ്യായങ്ങൾ തുന്നിച്ചേർത്ത ലോകത്ത് മനുഷ്യൻ എന്നാണെന്ന് ദിവ്യ സന്ദേശത്തിന്റെ സ്നേഹകാവ്യം മുഴക്കിയ പ്രവാചകർ ലോകത്തോട് പറഞ്ഞത് സ്നേഹമാണ്. സ്നേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങൾക്കറിയില്ലേ, ത്വായിഫിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനവുമായി പ്രവാചക പ്രഭു കടന്നു ചെന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ? അവിടെയുള്ള ആളുകൾ മുഴുവനും കള്ളൻ എന്ന് പറഞ്ഞ്, ഭ്രാന്തൻ എന്ന് പറഞ്ഞ് പ്രവാചകരെ പരിഹസിച്ചു. കുട്ടികൾ കൽച്ചീളുകൾ എടുത്തുകൊണ്ട് ഹബീബായ നബിയുടെ തൃപ്പാദങ്ങളിലേക്ക് എറിയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രവാചകർ ത്വായിഫിന്റെ തെരുവ് വീതിയിലൂടെ തകർന്ന മനസ്സോടെ, വിങ്ങുന്ന ഹൃദയത്തോടെ പ്രവാചക പ്രഭു നടന്നു പോവുകയാണ്. ജിബ്രീൽ എന്ന മാലാഖ വിളിച്ചു ചോദിക്കുന്ന, നബിയെ, അങ്ങയെ വേദനിപ്പിച്ച ഈ ത്വായിഫുകാരെ നശിപ്പിക്കാൻ, ഈ കാണുന്ന പർവ്വതങ്ങളെ അവരുടെ മേൽ കൊണ്ടിടുവാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് നബിയെ, സമ്മതമാണോ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചക പ്രവീണർ പറഞ്ഞത്, അരുത് ജിബ്രീൽ, അരുത് ജിബ്രീലെ, എനിക്ക് സമ്മതമല്ല. അവർ പാവങ്ങളാ ജിബ്രീലെ, അവർ അറിവില്ലാത്തവരാ ജിബ്രീലെ. അതുകൊണ്ട് അള്ളാഹുവെ, എന്നെ വേദനിപ്പിച്ച എന്റെ കാലിലേക്ക് കൽച്ചീളുകൾ എടുത്ത് വലിച്ചെറിഞ്ഞ് എന്റെ തൃപ്പാദങ്ങൾ മുറിവേൽപ്പിച്ച ഈ ത്വായിഫുകാർക്ക് പുറത്തു കൊടുക്കണേ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. എന്റെ ശബ്ദം ശപിക്കുന്ന നല്ലവരായ സെക്കുലർ ഹിന്ദു സഹോദരങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രവാചക പ്രഭുവിന്റെ ജീവിത ചരിത്രം സ്പെഷ്യലൈസേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കണം.
ഈ പ്രവാചകരെ കുറിച്ച് പഠിച്ചപ്പോ ശ്രീ നാരായണ ഗുരു ചോദിക്കുകയാണ്, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്രപുത്രനോ കരുണാവാൻ നബി മണിമുത്തുരത്നമോ? എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പ്രവാചകരെ, ഇത് പുരുഷന്റെ ആകൃതി പൂണ്ട ദൈവമാണോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ്വര പവിത്രപുത്രനോ, ഈശ്വരന്റെ പവിത്രപുത്രനാണോ ഈ നബി? കാരണം ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ മഹത്തുക്കളുടെയും എല്ലാ മഹർഷിമാരുടെയും മുനിമാരുടെയും ലോകത്തെ പുണ്യവാളന്മാരായി ലോകം പരിചയപ്പെടുത്തിയ മുഴുവൻ ആളുകളുടെയും എല്ലാ ഗുണങ്ങളും പ്രവാചക പ്രഭുവിൽ സമ്മേളിക്കുന്നുണ്ട്. കാരണം പ്രതികാരത്തോടെ പ്രതികരിച്ച പ്രതിയോഗികളോട് പ്രമാണങ്ങളിലൂടെ പ്രഭാഷണം നടത്തി കടാര കൊണ്ട് കഴുത്തിറക്കാൻ വന്ന കാട്ടറബിയുടെ കൈത്തലം പിടിച്ചുകൊണ്ട് കാരുണ്യത്തിന്റെ കിരണങ്ങളെ കാണിച്ചു കൊടുത്ത പ്രവാചക പ്രഭുവിന്റെ ജീവിതം പഠിക്കാൻ തയ്യാറാവണം പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് വെക്കുക, അവിടുത്തെ ജീവിതം പഠിക്കുക. അതിലൂടെയാണ് നമുക്ക് രക്ഷയുള്ളത്. ഹബീബിനെ സ്നേഹിക്കണം. കാരണം നമുക്ക് നാളെ മഹ്ശറ വൻസഭയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് നബിയോട് സ്നേഹം കിട്ടണമെങ്കിൽ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന ഔലന്നാസി ഫീ യൗമിൽ ഖിയാമ അക്തറുഹും അലയ്യ സലാ. നാളെ എന്നോട് ഏറ്റവും അടുത്തവർ എന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ നബിയുടെ പേരിൽ നാം സ്വലാത്ത് ചൊല്ലുക. കാരണം അല്ലാഹു മഹാന്മാര് പഠിപ്പിക്കുകയാണ്, അതിമിസ്സലാത്ത അലൻ നബിയ്യി മുഹമ്മദി فقبولها حتما بغير تردد أعمالنا بين القبول وردها إلا الصلاة على النبي محمد. നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒരുപക്ഷെ അല്ലാഹു സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. പക്ഷേ സ്വലാത്ത് അങ്ങനെയല്ല. നാം ചൊല്ലുമ്പോൾ അത് എന്തായാലും അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു തന്നെ പറയുകയാണ്, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഞാനും എന്റെ മാലാഖമാരും ആ പ്രവാചക പ്രവീണരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും സ്വലാത്ത് ചൊല്ലുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, ഫകം അജാലു ലക മിൻ സ്വലാത്തി. നബിയെ, ഞാൻ അങ്ങേക്ക് വേണ്ടി എത്ര സ്വലാത്താണ് ചൊല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മാ ശിഅത. ഉബയ്യ് ഇബ്നു കഅബ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത്ര സ്വലാത്ത് ചൊല്ലിക്കോ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയെ, അർബഅ, ഞാൻ എന്റെ സമയത്തിന്റെ 4 ഭാഗം അല്ലാഹുവിന്റെ ഹബീബേ അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നഅം ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക. ഉബയ്യ് ഇബ്നു കഅബ്, അതിനേക്കാൾ നിങ്ങൾ ജാസ്തിയാക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയെ, അസ്സുലുസ, ഞാൻ എന്റെ സമയത്തിന്റെ 1/3 ഭാഗം അല്ലാഹുവിന്റെ ഹബീബേ അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലട്ടെയോ? അപ്പോഴും ഹബീബായ നബി പറഞ്ഞത്, അതിനേക്കാൾ നിങ്ങൾ ജാസ്തിയാക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പോഴും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയെ, അന്നിസ്ഫ, എന്റെ സമയത്തിന്റെ പകുതി ഭാഗവും നബിയെ അങ്ങേക്ക് സ്വലാത്തിന് വേണ്ടി വിനിയോഗിക്കട്ടെയോ? ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഉബയ്യ് ഇബ്നു കഅബ്, അതിനേക്കാൾ നിങ്ങൾ ജാസ്തിയാക്കുകയാണെങ്കിൽ അതാ നിങ്ങൾക്ക് നല്ലത്. ആ സമയത്ത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്, നബിയെ, ഞാൻ എന്റെ മുഴുവൻ സമയവും അങ്ങേക്ക് സ്വലാത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെയോ നബിയെ? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, അത് ശിർക്കാണ്, ബിദ്അത്താണ്, ദലാലത്താണെന്നല്ല ഹബീബായ നബി പറഞ്ഞത്. ഫഇൻ സിത്താ ഫഹുവ ഖൈറുൽ ലക ഇദൻ യുഗ്ഫറു ലക ദംബുക വയക്ഫീക ഹമ്മുക. ഉബയ്യ് ഇബ്നു കഅബ്, അങ്ങനെ നീ സ്വലാത്തിലായി ജീവിക്കുമ്പോൾ
നിന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുത്തു തരും. മാത്രമല്ല വയക്ഫീക ഹമ്മുക, നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ്. നിന്റെ എല്ലാ മാനസിക വിഷമങ്ങളും മാറുന്നതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹാബത്ത് വന്ന് നബിയോട് പറയുകയാണ്, നബിയേ, ഞങ്ങളുടെ എല്ലാ ഭക്ഷണങ്ങളും എല്ലാ കായ്ക്കനികളും നഷ്ടപ്പെട്ടു പോയി. കൊടും വരൾച്ചയാണ് നബിയേ. കൃഷികളെല്ലാം നശിച്ചു പോകുന്നു നബിയേ. കച്ചവടം പരാജയത്തിലാണ് നബിയേ എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, അക്തിറു സലാത്ത അലയ്യ, എന്റെ പേരിൽ നിങ്ങൾ സലാത്തിനെ അധികരിപ്പിച്ചോ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, സാമ്പത്തിക പ്രയാസങ്ങളിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവരുണ്ട്. 10 കൊല്ലം പ്രവാസ ജീവിതം അനുഭവിച്ചുകൊണ്ട് ഒരു പുര പോലും പണിയാൻ സാധിക്കാത്തവരുണ്ട്. വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഹബീബിന്റെ പേരിൽ സ്വലാത്തിനെ അർപ്പിക്കുക. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സ്വലാത്ത് ചൊല്ലി വിജയിപ്പിക്കണം. ഹബീബായ നബിയെ പ്രണയിക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഹബീബിനൊരിടം നൽകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബിയെ സ്നേഹിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ മഹത്തായ പരിപാടിയുടെ പ്രോദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും